ഗൈസ്, ആദ്യം തന്നെ സാധാരണക്കാരുടെ നല്ല സപ്പോർട്ടോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശന് അഭിവാദനങ്ങൾ നൽകുന്നു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതായി കഴിഞ്ഞതിന് ശേഷം മീഡിയയ്ക്ക് എടുത്തൊരു ക്ലിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാമേ. ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും ലക്ഷ്യകരനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിൽ കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും നോക്കില്ല, ഏത് കാറാണ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം കാറൊന്നും പുതിയതൊന്നും വേണ്ടി അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷേ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുന്നു. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രയേ പാടുള്ളൂ. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇതിന് മുമ്പ് പോയവരെയൊന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. 1. 2, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മുകളിലിരിക്കുന്നവർ അല്ലേ കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ക്ലിയറാണ്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പത്രാസും ആർഭാടവും കാണിച്ചാൽ നമ്മുടെ താഴെയുള്ളവർ മുഴുവൻ കാണിക്കും. അതിനുള്ള അപ്പോൾ അതാണ് സാധാരണക്കാർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മുന്നോട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷം നമ്മളും അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടത് ഇത് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കളിയാക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെയും അദ്ദേഹം അത് അവരെ കളിയാക്കിയോ ആക്കാതെയോ ആണ് പറഞ്ഞെങ്കിലും എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ വഴിയിൽ ബുദ്ധിമുട്ടിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള ഈ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതേ പരുവത്തിലാണെങ്കിൽ നിങ്ങളെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ജനങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് സാധാരണക്കാർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ.